നാളെ പ്രതീക്ഷയോടെ കേരളം. സ്ഥാനാർത്ഥി നിർണയത്തിൽ കലഹിച്ച ഡൽഹിയിൽ 7 ആം ആദ്മി പാർട്ടി MLA-മാർ രാജിവെച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റ് നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ബജറ്റിൽ കേരളത്തിന് 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് തന്നിട്ടില്ല. 2,000 കോടിയുടെ പാക്കേജാണ് വയനാടിനു വേണ്ടി കേരളം ആദ്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ പ്രധാന തുറമുഖമായി മാറുന്ന വിഴിഞ്ഞത്തിനായി പ്രത്യേക പാക്കേജാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഡൽഹി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കലഹിച്ച് 5 ദിവസത്തിനിടെ 7 MLA-മാർ രാജിവെച്ചു. തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ അനുമതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. നരേഷ് കുമാർ, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻലാൽ, പവൻ ശർമ്മ, ഭാവ ഗൌഡ്, ഭൂപീന്ദർ സിംഗ് ജൂൻ എന്നിവരാണ് 5 ദിവസത്തിനിടെ രാജിവെച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള സോണിയാഗാന്ധിയുടെ പ്രതികരണം വിവാദത്തിൽ. പ്രസംഗത്തിന്റെ അവസാനം എത്തിയപ്പോഴേക്കും രാഷ്ട്രപതി തളർന്നു. അവർക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പാവം എന്ന പ്രതികരണമാണ് വിവാദമായത്. സോണിയയുടെ പരാമർശത്തെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും BJPയുടെ ആരോപണത്തോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. ബാലരാമപുരത്തെ 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ജോത്സ്യൻ കസ്റ്റഡിയിൽ. തിരുവനന്തപുരം കരിക്കകം സ്വദേശിയായ ജോത്സ്യനെ ചോദ്യം ചെയ്യാനായി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ജോത്സ്യനുമായി ബന്ധമുണ്ടെന്ന പ്രതി പോലീസിനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ജോത്സ്യനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതേസമയം ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്ന് റൂറൽ SP KS സുദർശൻ നേരത്തെ അറിയിച്ചിരുന്നു. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്ത ശേഷം അറസ്റ്റ് ചെയ്ത കാരക്കലിലെ 13 മത്സ്യത്തൊഴിലാളികളിൽ 6 പേർ മോചിതരായി. ലോക്കൽ പോലീസിന് കൈമാറിയ മത്സ്യത്തൊഴിലാളികളിൽ 6 പേരാണ് ചെന്നൈയിൽ തിരിച്ചെത്തിയത്. വെടിവെപ്പിൽ പരിക്കേറ്റ 5 മത്സ്യത്തൊഴിലാളികൾ നിലവിൽ ശ്രീലങ്കയിൽ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. റെക്കോർഡുകൾ തിരുത്തി സ്വർണ്ണവില കുതിക്കുന്നു. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 61,840 ആയി. പവന് 960 രൂപയാണ് ഇന്ന് കൂടിയത്. 120 രൂപയാണ് ഗ്രാമിന് വില വർദ്ധിച്ചത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 7,730 രൂപയാണ്. ഇന്നലെ പവന് വില 60,880 രൂപയിലെത്തിയതോടെ വില 61,000 കടന്നും കുതിക്കുമെന്ന സൂചന നൽകിയിരുന്നു. 25 കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായെന്നും 3ാം മോഡി സർക്കാർ 3 ഇരട്ടി വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രത്തെ പുകഴ്ത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളെ രാഷ്ട്രപതി പ്രശംസിച്ചത്. കേന്ദ്ര സർക്കാർ ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഭവനരഹിതരായ ലക്ഷങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയായി സുനിത വില്യംസ്. 9 തവണയായി 62 മണിക്കൂറിലധികം സമയമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങി 8 മാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും നടന്നത്. 10 ബഹിരാകാശ നടത്തങ്ങളിലൂടെ 60 മണിക്കൂർ 21 മിനിറ്റ് ചിലവഴിച്ച പെഗി വിറ്റ്സൺ എന്ന അമേരിക്കൻ വനിതയുടെ റെക്കോർഡാണ് സുനിത വില്യംസ് മറികടന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ജയലളിതയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്ത് ബംഗളൂരുവിലെ CBI പ്രത്യേക കോടതി തമിഴ്നാടിന് കൈമാറും. 27 കിലോ സ്വർണ്ണാഭരണങ്ങൾ, വജ്രങ്ങൾ, 11,344 സാരി, 250 ഷാൾ, 750 ജോഡി ചെരുപ്പ് എന്നിവ കൈമാറുന്ന 14, 15 തീയതികളിൽ തമിഴ്നാട് സർക്കാരിന്റെ പ്രതിനിധികൾ കോടതിയിൽ ഹാജരാകണമെന്നും നിർദ്ദേശിച്ചു.
മാവേലിക്കര വള്ളിക്കുന്നത്ത് തെരുവുനായ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പടയണിവട്ടം പുതുപ്പുരയ്ക്കൽ താന്തോലിൽ ഗംഗാധരൻ, സഹോദരൻ രാമചന്ദ്രൻ, പുതുപ്പുരയ്ക്കൽ കിഴക്കതിൽ ഹരികുമാർ, പള്ളിമുക്ക പടിയിറ്റതിൽ മറിയാമ്മ രാജൻ എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റത്. ഗംഗാധരൻ, മറിയാമ്മ എന്നിവരുടെ മൂക്കും മുഖവും തെരുവുനായ കടിച്ചു മുറിച്ചു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.